Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wabihi nasta'in. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin. Nabiyyina Muhammadin khatimin nabiyyin wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi at-tahirat at-tayyibat ummahatil mu'minin wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മിമ്പറിൽ ഷാബാൻ 15 ഷാബാനിലെ 15-ാം രാവുമായി ബന്ധപ്പെട്ടാണ്. ഷാബാൻ 15-ാം രാവ് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ മനസ്സിലാക്കി വരുന്നത്, പല മുസ്ലിമീങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഷാബാൻ 15-ന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് 15-ാം രാവിൻ്റെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ബറാഅത്ത് രാവ്, ലൈലത്തുൻ നിസ്ഫ് മിൻ ഷാബാൻ എന്നീ പേരുകളിലൊക്കെ പ്രസ്തുത രാവ് വിശ്രുതമാണ്. പല റിപ്പോർട്ടുകളിൽ ഒരു തിരുമൊഴി ബലപ്പെട്ട് വന്നിട്ടുണ്ട്. അത് മുആദ് ഇബ്നു ജബൽ അബു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിവേദനമാണ്. അദ്ദേഹമല്ലാത്ത മറ്റ് ചില സഹാബികളിൽ നിന്നും അത് വന്നിട്ടുണ്ട് പല റിപ്പോർട്ടുകളിൽ. അതിൻ്റെ പ്രയോഗം ഇന്നല്ലാഹ ലയത്തലിഉ ലൈലത്തൻ നിസ്ഫ് മിൻ ശഅബാൻ ഇലാ ജമീഇ ഖൽഖിഹി فيغفر لهم أو فيغفر لجميع خلقه إلا لمشرك أو مشاح أو كما قال صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഅബാൻ 15-ാം രാവിൽ അവൻ്റെ മുഴുവൻ സൃഷ്ടികളിലേക്കും നോക്കുകയും അവരിൽ ശിർക്ക് ചെയ്യാത്തവനും പിണങ്ങി നിൽക്കാത്തവനും പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ തിരുമൊഴി അറിയിക്കുന്നത് ഷഅബാൻ 15-ാം രാവിൽ അള്ളാഹു പടപ്പുകളെ നോക്കും. പടപ്പുകളിൽ ശിർക്ക് ചെയ്യാത്തവർ, ഇല്ലാലി മുശ്രിക്, തെറ്റി പിണങ്ങി നിൽക്കാത്തവർ, ഔ മുഷാഹിൻ, ഇവർക്കൊക്കെ അള്ളാഹു പൊറുക്കും എന്നുള്ളതാണ്. മഗ്ഫിറത്ത് അള്ളാഹു അരുളും എന്നുള്ളതാണ്. ഈ ഒരാശയം വരുന്ന ഈ ഒരു തിരുമൊഴി പല നിവേദനങ്ങളിൽ വന്നതിനാൽ ഖതീബ് ഉണർത്തിയതുപോലെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളതായ പല ഹദീസ് പണ്ഡിതന്മാരും ഈ ഒരു റിപ്പോർട്ടിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് അറിയിക്കുന്നതാകട്ടെ ശിർക്ക് ചെയ്യാത്തവർക്കും തെറ്റി നിൽക്കാത്തവർക്കും അള്ളാഹു പാപമോചനം അരുളുന്ന രാവാണ് ഷഅബാൻ 15-ാം രാവ് എന്നുള്ളതാണ്.
ഈ വിഷയത്തിൽ ഈ ഒരു ഹദീസ് മാത്രമാണ് ബലപ്പെട്ടതെങ്കിൽ ഷാബാൻ 15 രാവിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത് പ്രസ്തുത രാവ് നമുക്ക് ആചരിക്കാനുള്ളതല്ല, നമുക്ക് ആഘോഷിക്കാനുമുള്ളതുമല്ല. പ്രത്യേകം ഒരു ഇബാദത്ത് കൊണ്ട് ആ രാവിനെ അല്ലെങ്കിൽ അതിൻ്റെ പകലിനെ സവിശേഷമാക്കുവാൻ നമുക്ക് അവകാശമല്ല. ഷാബാൻ 15 രാവ് ആഘോഷിക്കാനോ ആചരിക്കാനോ പ്രത്യേകം എന്തെങ്കിലും ഒരു ഇബാദത്ത് കൊണ്ട് ആ രാവും പകലും പോഷിപ്പിക്കപ്പെടാനോ അവകാശമോ അർഹതയോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. തിരുമൊഴിയിൽ, തിരുചരിതത്തിൽ, തിരുമൊഴികളിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവമേ വായിക്കുന്നില്ല എന്നുള്ളതാണ്. ബലപ്പെട്ട് വന്നതായി സ്ഥിരപ്പെട്ട റിപ്പോർട്ടായിട്ട് അങ്ങനെ വായിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃകയില്ലാത്ത വിഷയങ്ങൾ എങ്ങനെയാണ് ആചരിക്കുവാനും ആഘോഷിക്കുവാനും സവിശേഷമാക്കുവാനും പിൽക്കാല മുസ്ലിമീങ്ങൾ തീരുമാനിക്കുക? അതാണ് ഈ വിഷയത്തിൽ പ്രഥമമായി വായിക്കുവാനുള്ളത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ, അവിടുത്തെ സഹാബത്താകട്ടെ, ഷാബാൻ 15 പ്രത്യേകം ഇബാദത്തുകൾ കൊണ്ട് സവിശേഷമാക്കിയിട്ടില്ല. ആ രാവിനെയോ പകലിനെയോ ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ ബലപ്പെട്ട റിവായത്തുകളൊന്നും തിരുമൊഴികളൊന്നും വന്നിട്ടുമില്ല. പിന്നെ വന്നത് എന്താണ്? അതും നമ്മൾ ഇവിടെ ശ്രവിച്ച തിരുമൊഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം അരുളുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട്. മഗ്ഫിറത്ത്, പാപം പൊറുക്കലും പാപം കഴുകലും പാപവിമുക്തി അരുളലുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേക സമയങ്ങൾ, പ്രത്യേക കർമ്മങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പടപ്പുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപങ്ങൾ പൊറുക്കുക, തെറ്റുകൾ മായ്ക്കപ്പെടുക, കുറ്റങ്ങളിൽ നമുക്ക് മാപ്പരുളുക എന്നുള്ളത് നമ്മുടെ ജീവിതാഭിലാഷാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ദിനം ഒരു നവജാത ശിശുവിനെ പോലെ പാപവിമുക്തിയിൽ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്കടേച്ഛ. അതുകൊണ്ട് തന്നെ നമ്മൾ മഗ്ഫിറത്തിനെ കാംക്ഷിക്കേണ്ടവരും അത് ആഗ്രഹിക്കേണ്ടവരുമാണ്. അതിൻ്റെ സമയങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളെ നമ്മൾ പാപമോചനത്തേട്ടത്തിന് പ്രത്യേകമാക്കണം. അതിന് കർമ്മങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുമൊഴികൾ നമ്മൾ വായിക്കാറില്ലേ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഗതകാലങ്ങളിൽ കഴിഞ്ഞ പാപങ്ങളെല്ലാം അവന് പൊറുക്കപ്പെടും. ചില പുണ്യങ്ങളെക്കുറിച്ച്, ചില അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, തൻ്റെ ഉമ്മ പ്രസവിച്ച ദിനത്തെപ്പോലെ, ഒരു നവജാത ശിശുവിനെ പോലെ തെറ്റുകളിൽ നിന്ന് അവൻ പുറത്തു വരുമെന്ന്. ഹുത്തത് ഖതായ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രനുരകൾക്ക് സമാനമാണ് കുറ്റങ്ങളെങ്കിലും അതൊക്കെയും പൊറുക്കപ്പെടും എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ. ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേൽക്കൂ എന്ന് അള്ളാഹു സുവിശേഷം പറയുന്ന ചില കർമ്മങ്ങൾ. കുതിബത് ലഹു ഹസന വഹുത്തത് അൻഹു സയ്യിഅ, ഒരു നന്മ എഴുതപ്പെടും, ഒരു തിന്മ മായ്ക്കപ്പെടും. ഇങ്ങനെയൊക്കെ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ. അപ്പോൾ ചില കർമ്മങ്ങൾ, അതിനാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, തെറ്റുകൾ മായ്ക്കപ്പെടും. അതേപോലെ ചില സമയങ്ങൾ, ആ സമയങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേക ചില അരുൾപ്പാടുകളാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് അവരുടെ പാപങ്ങൾ കഴുകും, തെറ്റുകൾ അള്ളാഹു മായ്ക്കും. അള്ളാഹു തന്നെയും ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, പാപമോചനത്തിന് മഗ്ഫിറത്തിന് തേടുന്നവരുണ്ടോ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില സമയങ്ങളുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ജവാബ് തരുന്ന സമയങ്ങളുണ്ട്. പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് എങ്കിൽ പാപം പുറത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുന്ന സമയങ്ങൾ. പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുവാൻ
പുണ്യകർമ്മങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കർമ്മങ്ങൾക്കപ്പുറം പാപമോചനമാണ്. നമ്മുടെ തെറ്റുകൾ പൊറുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ സമയങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹു പറഞ്ഞ നിലക്ക് നമ്മൾ നിലയുറപ്പിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുകയും പാപങ്ങളെ കഴുകുകയും ചെയ്യുന്ന സമയങ്ങളാണ്. എല്ലാ രാവുകളുടെയും അന്ത്യയാമങ്ങൾ അങ്ങനെയുള്ള ഒരു സമയമാണ്. അള്ളാഹു പാപം പൊറുക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ച് പാപം പൊറുക്കുന്നവർക്ക് പൊറുക്കുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സഹറുകളിൽ എന്ന് പറഞ്ഞാൽ രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പാപം പൊറുക്കുവാൻ തേടുന്നവരാകുന്നു അവർ എന്ന് പറഞ്ഞില്ലേ വിശുദ്ധരായ വിശ്വാസികളെക്കുറിച്ച്. അപ്പം അതുപോലുള്ളതായ സമയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമയമാണ് ഷഅബാൻ 15 രാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിൽ പടപ്പുകളിൽ ശിർക്ക് ചെയ്യാത്തവർക്ക്, അതേപോലെ ഷഹ്നായിൽ പിണക്കത്തിൽ കഴിയാത്തവർക്ക് പൊറുക്കും എന്നുള്ള സുവിശേഷം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് പാപം പൊറുക്കുവാൻ, പാപമോചനം അർഹിക്കുന്നവരാകാൻ അള്ളാഹു പറഞ്ഞത് ഷിർക്ക് ചെയ്യുന്നവരാവരുത്, പിണങ്ങി നിൽക്കുന്നവരാകരുത് എന്നുള്ളതാണ്. പ്രത്യേകം ആചരിക്കാനോ ആഘോഷിക്കാനോ അല്ല. പൂർവികർ അങ്ങനെ മനസ്സിലാക്കി സഹാബികൾ. അതുകൊണ്ട് തന്നെ ഷഅബാൻ 15 പേരിൽ അവരിൽ ഒരാഘോഷമോ ആചാരമോ നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ പാപം പൊറുക്കട്ടെ എന്നുള്ള ഉത്കടേച്ഛ അവർക്കുണ്ടായിരുന്നു. നമുക്കും ആ പൂർവികരെ അനന്തരം എടുത്തുകൊണ്ട് വേണ്ടത് നമ്മുടെ പാപം പൊറുക്കുവാൻ നമ്മൾ ആത്മവിചാരണ നടത്തണം. അതാണ് ഖതീബ് പ്രത്യേകം ഉണർത്തിയത്. ഷിർക്കിൻ്റെ വിഷയത്തിൽ ആത്മവിചാരണ, ഷഹ്ന തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന വിഷയത്തിലുള്ള ഒരു ആത്മവിചാരണ. എന്തിനാണ് ഷിർക്കിൻ്റെ വിഷയത്തിൽ നമുക്കൊരു ആത്മവിചാരണ ഉണ്ടാകണം എന്ന് പറഞ്ഞത്? മുശ്രിക്കിന് മഗ്ഫിറത്തില്ല എന്നാണ് ഈ തിരുമൊഴി അറിയിച്ചത്. ഷിർക്കിൻ്റെ വിഷയത്തിൽ നമ്മൾ ആത്മവിചാരണ നടത്തുമ്പോൾ ആരും ഒരു 100 മേനി തൻ്റെ ദീനിൻ്റെ പേരിൽ ജൽപ്പിക്കാനോ അല്ലെങ്കിൽ അവകാശപ്പെടാനോ അവസരമില്ലാത്തവരാണ് ഇവിടെ. ഷിർക്കിൻ്റെ വിഷയത്തിൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ നമുക്ക് കാഴ്ചവെച്ച മാതൃക എന്താ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ ശ്രവിച്ചു. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്നെയും എൻ്റെ സന്തതികളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ദൂരപ്പെടുത്തണമേ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വിഷയത്തിൽ ദുആ ചെയ്യുന്നത് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്ന് ദൂരപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ ഷിർക്കിൻ്റെ വിഷയത്തിലുള്ള ഭീതിയും പേടിയുമാണത്. ഷിർക്കിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയപ്പാടാണത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം വിഗ്രഹങ്ങളെയും വിഗ്രഹാരാധകരെയും കണ്ടിട്ടുണ്ട്. അവർക്കിടയിൽ അദ്ദേഹം ജീവിച്ചു. ആ ഒരു പതിതാവസ്ഥ കണ്ട് അദ്ദേഹം തന്നെ അള്ളാഹുവിനോട് പ്രയാസപ്പെട്ട് പറഞ്ഞത് റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറ മിനന്നാസ്, ഈ വിഗ്രഹങ്ങൾ ധാരാളം ആളുകളെ വഴികേടിലായിത്തീട്ടുണ്ട് റബ്ബേ എന്നാണ്. അതിൽ പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹത്തിൻ്റെ ദുആ, എന്നെയും എൻ്റെ സന്തതികളെയും ഈ വിഗ്രഹാരാധനയിൽ ദൂരപ്പെടുത്തണമേ എന്ന്. അപ്പോൾ ഏവരും ഭയക്കേണ്ട ഒരു മഹാരോഗവും മഹാദുരന്തവുമാണ് ഷിർക്ക് എന്നുള്ളത്. ഷിർക്കിന് വിഗ്രഹാരാധന എന്നുള്ള ഒരു മുഖം മാത്രമല്ല, അതിൻ്റെ മുഖം വ്യത്യസ്തമാണ്. അത് നമ്മളിവിടെ കേൾക്കേണ്ടായി. ഇന്ന് പല മുസ്ലിമീങ്ങളും പരീക്ഷിക്കപ്പെട്ട ഷിർക്കിൻ്റെ പല വകുപ്പുകൾ. ശരിയാണ്, വിഗ്രഹങ്ങൾ
ഇരിക്കുന്നവയാണ്, പ്രതിഷ്ഠിക്കപ്പെട്ടവയാണ്. പക്ഷേ കടക്കുന്ന എത്ര വിഗ്രഹങ്ങളുണ്ട്, കല്ലായി നിരത്തപ്പെട്ട എത്ര വിഗ്രഹങ്ങളുണ്ട്. പല മുസ്ലിമീങ്ങളും പരീക്ഷിക്കപ്പെട്ട ഖബറാരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം മനസ്സ് വെക്കേണ്ട, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷ അർപ്പിക്കേണ്ട വിഷയങ്ങളെ ഖബറിടങ്ങളിൽ ചെന്ന് ആ ഖബറുകളിലേക്ക് മനസ്സ് നട്ട്, ആ ഖബറുകളിൽ കണ്ണു നട്ട് വികാരനിർഭരരായി വിതുമ്പി അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരോട്, അല്ലെങ്കിൽ ആ ഖബറുകളിൽ കഴിഞ്ഞുകൂടുന്നവരോട് അർത്ഥിക്കുന്ന, യാചിക്കുന്ന, തേടുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. പലരുടെയും പ്രതീക്ഷകൾ, അതിൻ്റെ പൂർത്തീകരണവും ആഗ്രഹങ്ങളുടെ സാഫല്യവും ഉദ്ദേശങ്ങളുടെ ലബ്ധിയും അവർ പ്രതീക്ഷിക്കുന്നത് ഖബറിടങ്ങളിൽ കൺമറഞ്ഞവരോടാണ് എന്നുള്ളത് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. വിശിഷ്യ ഈ വർത്തമാന യുഗത്തിൽ, ദൃശ്യ മാധ്യമങ്ങൾ വൈവിധ്യമായി സജീവമായ യുഗത്തിൽ നമ്മളൊക്കെ കാണുന്ന കാഴ്ചകളാണ്. മുസ്ലിം നാമധാരികളാണ്, മുസ്ലിം വേഷഭൂഷാദികളിൽ നടക്കുന്നവരാണ് ഈ ശിർക്കിൻ്റെ വകുപ്പുകളിൽ നമ്മൾ കാണുന്ന പല ആളുകളും. അള്ളാഹുവിനെ ഭയക്കുന്നതിനേക്കാൾ പലപ്പോഴും പലരുടെയും ഭയപ്പാട് ഈ ഖബറുകളോടാണ്, അല്ലെങ്കിൽ ഖബറുകളിലുള്ളവരോടാണെന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും അതിശയോക്തിയില്ല. ഖതീബ് ഉണർത്തിയതുപോലെ പലരും ഖബറിടങ്ങളിൽ ചെന്നൊരു സത്യത്തിന് ഭയക്കുകയും പേടിക്കുകയും ചെയ്യും. എന്നാൽ വല്ലാഹി പറഞ്ഞ് സത്യം ചെയ്യാൻ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമല്ല. എങ്കിൽ ഈ ആളുകളുടെ മനസ്സ് ആരെയാണ് കൂടുതൽ ഭയക്കുന്നത്? ആരോടാണ് അവർക്ക് കൂടുതൽ ഗാംഭീര്യവും ഗൗരവവും ഉള്ളത്? ഖബറുകളോടാണോ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണോ? ഒരു കവി പറഞ്ഞില്ലേ, ഖതീബ് ഉണർത്തിയതല്ല, പക്ഷേ എങ്കിലും സന്ദർഭോചിതായി, അഹ്യാഉനാ ലാ തുർസഖൂന ബിദിർഹമിൻ വബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാതു എന്നാണ്. ജീവിച്ചിരിക്കുന്നവർ ഒരു ദിർഹമിന് വേണ്ടി കൈനാട്ടിയാൽ അള്ളാൻ്റെ പേരിൽ ഒരു ദിർഹം കൊടുക്കാൻ പലരും മനസ്സ് വെക്കാറില്ല. പക്ഷെ ഖബറുകളിൽ ആയിരങ്ങൾ കൊണ്ടുപോയി മറിക്കാൻ, അതും മരണപ്പെട്ടവർക്ക്, ദിർഹമുകൾ ആവശ്യമില്ലാത്തവർക്ക് ആയിരങ്ങൾ മറിക്കാൻ ഒരു പ്രയാസമല്ല. അഹ്യാഉനാ ലാ തുർസഖൂന ബിദിർഹമിൻ, ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ദിർഹം അന്നത്തിന് നൽകാൻ ആളുകളില്ല എന്നുള്ളതാണ്. എന്നാൽ വബി അൽഫി അൽഫിൻ, ലക്ഷങ്ങൾ, അതാണ് തുർസഖുൽ അംവാതു, മരണപ്പെട്ടവർക്ക് റിസ്ക്കായിട്ട് നൽകപ്പെടുന്നത്. ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താ? പല മുസ്ലിമീങ്ങളും അള്ളാഹുവിൽ നിന്ന് അവർ പിടുത്തം പെട്ട് പടപ്പുകളെ, അതും മരിച്ച് മൺമറഞ്ഞ് കൺമറഞ്ഞ് അവരുടെ ബർസഖിൽ, പരലോക യാത്രയിൽ കഴിഞ്ഞുകൂടുന്നവരെ ആശ്രയിച്ച് അവലംബിച്ച് കഴിയുകയാണ് എന്നുള്ളതാണ്. വിശ്വാസവും ഭയപ്പാടും ബഹുമാനവും ആദരവുമൊക്കെ പലപ്പോഴും ഇത്തരം പടപ്പുകൾ പല മുസ്ലിമീങ്ങളിൽ നിന്നും അള്ളാഹുവിനെ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്ന അവസ്ഥയിലാണുള്ളത് എന്നുള്ളതാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഷിർക്കിനെ ഭയക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുമ്പോൾ ഷിർക്കിൻ്റെ ഇത്തരം അപകടങ്ങൾ ആളുകളിൽ കാണപ്പെടും എന്നതിനാലാണ് ആ ഒരു മുന്നറിയിപ്പ് നമുക്ക് നേരെ. ഇത് സത്യം ചെയ്യുന്ന വിഷയത്തിലും മറ്റുമൊക്കെ ഇപ്പം പല മുസ്ലിമീങ്ങളും ഖതീബ് ഉണർത്തിയതുപോലെ ജ്യോത്സ്യന്മാരുടെ വിഷയത്തിൽ, അതേപോലെ ഭാവി പ്രവാചകന്മാരുടെ വിഷയത്തിൽ, ഭാവി പറയുന്നതും
അദൃശ്യമറിയുന്നതും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണെന്നുള്ളത് ദീനിൻ്റെ കട്ടായമാണ്. വിശുദ്ധ ഖുർആനും സുന്നത്തും ആ വിഷയത്തിൽ എത്രയെത്ര പ്രമാണങ്ങളാണ് അവതീർണമായിട്ടുള്ളത്. ഗൈബ് അറിയുന്നവൻ അള്ളാഹുവാണ്. നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. പക്ഷേ ഗൈബ് അറിയാൻ, ഭാവി അറിയാൻ മുസ്ലിം നാമധാരികൾ വരി നിൽക്കുന്ന എത്ര ജ്യോത്സ്യന്മാരുണ്ട്, എത്ര ഗണികന്മാരുണ്ട്, എത്ര ശാസ്ത്രിമാരുണ്ട്, എത്ര ജിന്നുമ്മമാരുണ്ട്, എത്ര ബീവിമാരുണ്ട്. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭാവി അറിയുക എന്നുള്ളത്, അദൃശ്യം അറിയുക എന്നുള്ളത് പടപ്പുകൾക്ക് വകവെക്കുന്നില്ലേ? അതാണ് ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക്, ഏലസ് കെട്ടുന്നവൻ ശിർക്ക് ചെയ്തു എന്ന്. ഏലസ് അത് ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം ഉണർത്തി. ഇന്ന് നമ്മൾ ഏലസുകൾ ശിർക്കെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഈ ഒരു ദുരന്തം കാണുന്നത് പല മുസ്ലിമീങ്ങളിലും അവരുടെ കഴുത്തിൽ, കൈത്തണ്ടയിൽ, അരയിൽ, വീടുകളിൽ, വാഹനങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നു. ഏലസ് കെട്ടുന്നത് പല മുസ്ലിമീങ്ങളിലും സാധാരണമായൊരവസ്ഥയിലാണുള്ളത്. വിഷയം ഷിർക്കിൻ്റെ ഇത്തരം വൈവിധ്യങ്ങൾ പല മുസ്ലിമീങ്ങളിലും കാണുന്നു. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അവന് ശിർക്ക് ചെയ്തു. ഇന്ന് മുസ്ലിമീങ്ങൾ പലരും സത്യം ചെയ്യുമ്പോൾ അവർ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുന്നില്ലേ? നബിയാണ് സത്യം, വലിയാണ് സത്യം, വാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, ഇങ്ങനെ സത്യം ചെയ്യാറില്ലേ? തിരുനബിയുടെ തിരുമൊഴി നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അവൻ കുഫറിലാണ്, ഷിർക്കിലാണ്. അവൻ കുഫർ ചെയ്തു, ഷിർക്ക് ചെയ്തു എന്നാണ്, കുഫറിലെത്തിപ്പെട്ടു, ഷിർക്കിലെത്തിപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. മൻ കാന മിൻകും ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാഹ്. സത്യം ചെയ്യുന്നവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുന്നു പല മുസ്ലിമീങ്ങളും. നമ്മൾ ഷിർക്കിൻ്റെ വിഷയത്തിൽ ആത്മവിചാരണ ചെയ്യണമെന്ന് പറയുമ്പോൾ ഷിർക്കിൻ്റെ വൈവിധ്യങ്ങൾ ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ പലതുമുണ്ട് എങ്കിൽ നമ്മൾ അത്തരം വിശ്വാസ വൈകല്യങ്ങളാൽ, അന്ധവിശ്വാസങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും ആദർശത്തിൽ, വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച അത് ദീനിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, ഇല്ലാലി മുശ്രിക്കിൻ അള്ളാഹു പൊറുക്കില്ല എന്നുള്ളത്. അപ്പോൾ ഷഅബാൻ 15 രാവിൽ പാപമോചനം അള്ളാഹു അരുളുക എന്നുള്ള ആ ഒരു അനുഗ്രഹത്തിന് ഇവിടെ നമ്മൾ പാത്രീഭൂതരാകണമെങ്കിൽ ഷിർക്കില്ലാത്ത ഒരവസ്ഥയിൽ വിശ്വാസം സാക്ഷാത്കരിച്ച്, ഏകദൈവ വിശ്വാസം അത് സാക്ഷാത്കൃതമായി നമ്മളിവിടെ ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു വശം മുഷാഹിൻ എന്നുള്ള പ്രയോഗമാണ്. ഷഹന ഹൃദയത്തിലെ പകയും ഹൃദയത്തിലെ വിദ്വേഷവും ഹൃദയത്തിലെ പോരുമാണ്. അന്യർക്ക് നേരെ, മറ്റുള്ളവർക്ക് നേരെ പകയിൽ, പോരിൽ, വിദ്വേഷത്തിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത് മേലായവൻ്റെ അനുഗ്രഹം അത് തിരസ്കരിക്കപ്പെടാൻ കാരണമാകും. അള്ളാഹു പിണങ്ങി നിൽക്കുന്നവർക്ക് പൊറുക്കില്ല എന്ന് പറയുമ്പോൾ അവിടേക്കും നമ്മുടെ ആത്മവിചാരണ, നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്, തെറ്റി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതരർക്ക് നേരെ നമ്മുടെ മനസ്സകം അത് ഉമിത്തി കണക്കെ നീറുന്നതാണോ എന്നുള്ളതാണ്. എങ്കിൽ അള്ളാഹുവിൻ്റെ പാപമോചനം എന്നുള്ള അനുഗ്രഹം അത് നമുക്ക് നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്. വിമലമായ ഒരു
മനസ്സാണ്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ അടിയാറുകളെ സംബന്ധിച്ചിടത്തോളം. നമ്മളിവിടെ കേട്ടില്ലേ, തിരുസവിധത്തിലേക്ക് ആഗതമായൊരു വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുവിശേഷം, നിങ്ങളുടെ അടുക്കലേക്ക് ഇപ്പോൾ ഒരാൾ വന്നു നോക്കും, അയാൾ സ്വർഗാർഹനാണ് എന്ന്. ആരാണ് ആഗതൻ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കി. അപ്പോൾ ഉളുവിൻ്റെ അടയാളത്താൽ ജലം മുറ്റി വീഴും വിധം തൻ്റെ ചെരുപ്പുകൾ കയ്യിലേന്തി ഒരു വ്യക്തി കടന്നു വന്നു എന്നുള്ളതാണ്. 3 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയും അങ്ങനെ അയാൾ സ്വർഗാർഹനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി എഴുതുകയും ചെയ്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ അദ്ദേഹത്തെ അനുഗമിച്ച് സ്വർഗാർഹത എന്തുകൊണ്ട് അദ്ദേഹത്തിന്, ഈ ഒരു ശുദ്ധിപത്രം എന്തുകൊണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത് അന്വേഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കൂടെ പാർത്തു, 3 ദിവസം അദ്ദേഹത്തോടൊത്ത് താമസിച്ചു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ അമലുകളില്ലായിരുന്നു. എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള അമലുകളൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സുവിശേഷം, ഇങ്ങനെയൊരു ശുദ്ധിപത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. നിങ്ങൾ കണ്ടതൊക്കെ തന്നെയാണ് എൻ്റെ കർമ്മങ്ങൾ, പക്ഷേ ഞാൻ അന്തി ഉറങ്ങുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് നേരെ എൻ്റെ ഹൃദയം ശുദ്ധമാണ്. പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, പോരില്ലാതെ ഞാൻ ശയ്യാവലംബിയാണ് ദിനംപ്രതി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംറിന് പോലും നമുക്ക് സാധ്യമാകാത്ത വിഷയമാണല്ലോ ഇത് എന്ന് പ്രതികരിച്ചു പോയി എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സ് ശുദ്ധമാവുക പടപ്പുകൾക്ക് നേരെ, മനസ്സ് ശുദ്ധമാകുക അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമാണ്. ശിർക്കില്ലാതെ, പിണക്കമില്ലാതെ നമ്മളിവിടെ കഴിയുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം വർഷിക്കുന്ന പ്രത്യേക സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം കടാക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഷഅബാൻ 15-ാം രാവുമായി ബന്ധപ്പെട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ തിരുനോട്ടത്തിൽ അള്ളാഹു വർഷിക്കുന്നതായ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിയുന്നതായ വിശാലമായ അവൻ്റെ ആ മഗ്ഫിറത്ത്, പാപമോചനം, അത് നമ്മളിലേക്ക് വീഴാൻ, നമ്മൾ അതിൽ അനുഗ്രഹിക്കപ്പെടാൻ, ശിർക്കില്ലാത്തവരായി, ഇതരരോട് പിണക്കമില്ലാത്തവരായി നമ്മൾ ഇവിടെ കഴിയുക എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആവുക എന്നുള്ളതാണ്. അല്ലാതെ അന്ന് പ്രത്യേകം ഒരു ആചാരം, പ്രത്യേകം ഒരു ആഘോഷം, പ്രത്യേകം ഒരു ഇബാദത്ത്, ഇങ്ങനെയുള്ള ഒരു പരിപാടി, പ്രവണത അത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തുണയേകി തൗഫീക്കേകി അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അന്നുമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലെ, നവജാത ശിശുക്കളെപ്പോലെ അള്ളാഹുവിലേക്കൊരു തിരിച്ചുമടക്കം അള്ളാഹു നമുക്ക് ഏവർക്കും എഴുതുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها وإيمانها ورجال أمنها. اللهم احفظ لها ثغور حدودها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.